നമസ്കാരം. അവസാനം ചുണ്ടിനും കപ്പിനുമിടയിൽ മേയർ സ്ഥാനം ആർക്ക് നഷ്ടപ്പെട്ടു? നമ്മുടെ ശ്രീലേഖ IPS. പോലീസ് സേനയിൽ എല്ലാ തരത്തിലും ഇതേപോലെ കുതിവാൽക്കെട്ടൊക്കെ നടത്തിയിട്ടാണ് അവർ അവസാനം DGP സ്ഥാനം നഷ്ടപ്പെട്ടത്. അവരെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള DGP ആയി ചുമതല വഹിക്കേണ്ടതിരുന്നു, അവർക്ക് കിട്ടിയില്ല. അതിന് കാരണം അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. അവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായ ഒരു കാര്യം പറയാം. അതിനു മുമ്പ് ഇതൊക്കെ അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? അവരെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ BJPയിൽ ചേർക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് മത്സരിപ്പിക്കാമെന്നും തുടർന്ന് BJP വിജയിക്കുമെന്നും BJP വിജയിച്ചാൽ മേയർ സ്ഥാനമായിരിക്കുമെന്നും ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഉറപ്പാണ് അവസാനം വരെ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖറും അതേപോലെ പാർട്ടിയും എല്ലാം തീരുമാനിച്ച് ഡൽഹിയിൽ എത്തിയിരുന്നു. പ്രത്യേകിച്ചും ഇതിനുവേണ്ടി ചരട് വലിച്ച് കൃത്യമായി നിന്നിട്ടുള്ളത് VV രാജേഷിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കൽ സുരേഷാണ്. സുരേഷ് കൃത്യമായി അത് പ്രവർത്തിക്കുകയും VV രാജേഷിനെ ഏത് വിധത്തിലെങ്കിലും ഒതുക്കണമെന്നുള്ള ചിന്താഗതിയോട് പ്രവർത്തിക്കുകയും അങ്ങനെ VV രാജേഷ് രാജേഷ് ചന്ദ്രശേഖരോട് പറഞ്ഞ് മനസ്സിലാക്കി ശ്രീലേഖ IPS ആണ് നല്ലത്. അങ്ങനെ എന്നാൽ ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖരന് മാത്രമല്ല, ഈ രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന ഏത് പ്രമുഖ നേതാക്കന്മാരുടെ പ്രശ്നം വരുമ്പോൾ സുരേഷിനോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഒഴിഞ്ഞു മാറാറ്. അത് മുരളീധരനായാലും K സുരേന്ദ്രനായാലും ശരി, കൃഷ്ണദാസ് ആയാലും ശരി, എന്തിന് രാജഗോപാൽ വന്നാൽ പോലും രാജീവ് ചന്ദ്രശേഖർ നേരെ സുരേഷിനെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുരേഷ് ആകട്ടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിശ്വാസം മുതലെടുത്ത് എല്ലാ തരത്തിലും അട്ടിമറികളും തൻ്റെ സ്വാധീനവും വർദ്ധിപ്പിക്കാനുള്ള കുതികാൽ നടത്താനുള്ള, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വെട്ടാനും ഇഷ്ടമുള്ളവരെ കയറ്റാനും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് സുരേഷ്. ഒരു മാന്യതയില്ലാത്ത പെരുമാറ്റം കൊണ്ട് എല്ലാ BJP നേതാക്കന്മാർക്കും മനസ്സിൽ ഇപ്പോൾ ഏറ്റവും വെറുപ്പുള്ള ആളാണ് സുരേഷ്. സുരേഷ് എന്ന് പറഞ്ഞാൽ മുമ്പ് K സുരേന്ദ്രൻ വെലങ്കയ്യായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്. അതിനുശേഷം അതിന് മുമ്പ് മുരളീധരൻ വെലങ്കയ്യായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്. എന്നാൽ അവരൊക്കെ മാറിയപ്പോൾ തന്നെ അടുത്ത ആളായി മാറി, എന്നിട്ട് ഇവരെ വെട്ടിക്കളയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ സമയം. ഇപ്പോൾ അവസാനം K സുരേന്ദ്രനെ ഏറ്റവും വിരോധിയായിട്ടുള്ള, അതേപോലെ VV രാജേഷിനെ ഏറ്റവും തകർക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ചരട് വലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മേയർ സ്ഥാനത്തേക്ക് ആര് വന്നത്? നമ്മുടെ ശ്രീലേഖ IPS. അങ്ങനെ ഡൽഹി വരെ എത്തി അവസാനം പ്രഖ്യാപിക്കാൻ പോകുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ചില നീക്കങ്ങൾ നടന്നത് എന്നുള്ളതാണ് ഞാൻ പുറത്തു വന്നത്. K സുരേന്ദ്രനും V മുരളീധരനും വിചാരിച്ചിട്ട് ഡൽഹിയിലൊന്നും നടക്കില്ല. അപ്പം അത് രാജീവ് ചന്ദ്രശേഖരനെ സ്വാധീനം. പക്ഷേ ഇവർ പോയി കണ്ടത്, ഇവർ ബന്ധപ്പെട്ടത് പിണറായി വിജയനെയാണ്. കേരളത്തിലെ BJPയിലെ ഏത് നേതാക്കന്മാരെക്കാൾ സ്വാധീനം ഡൽഹിയിൽ പിണറായി വിജയനുണ്ട്. അതിനുള്ള പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യാം. ഈ അട്ടിമറി നടത്തിയതിൻ്റെ മുന്നിൽ ആരാണ് വളരെ രഹസ്യമായി പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത്? BJPയുടെ സൗഭാഗ്യമായ BJPയുടെ കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറെ തിരുവനന്തപുരത്ത് വിജയിക്കാൻ കാരണക്കാരനായ ഏകദേശം 26 സീറ്റുകളിൽ CPM വോട്ട് മറച്ചു കൊടുത്ത് BJPയെ വിജയിപ്പിച്ച നമ്മുടെ സാക്ഷാൽ പിണറായി വിജയനാണ്. ഇപ്രാവശ്യം തൃശ്ശൂരിൽ അത് നടത്താൻ ശ്രമിച്ചെങ്കിൽ അവിടുത്തെ സാധാരണ BJP അണികൾ BJPയെ തോൽപ്പിച്ച് വിട്ടു എന്നുള്ളതാണ് സത്യം. എന്നാൽ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. CPMന് ഉറച്ച വോട്ടുണ്ടായിരുന്നു. 26 മണ്ഡലങ്ങളിലുള്ള വോട്ട് കൃത്യമായി ചെയ്തു. അതിൻ്റെ കൃത്യമായ പാറ്റേൺ അടക്കമുള്ള വിവരങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ്. അങ്ങനെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലമാണ് ആർക്ക്? ശ്രീലേഖ IPSന് സ്ഥാനം തെറിച്ചത്. ഇവിടെയാണ് ശ്രീലേഖ IPSനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവർക്കിത് സംഭവിക്കുന്നത്? തീർച്ചയായും അവർക്ക് മേയർ സ്ഥാനം കിട്ടേണ്ടതായിരുന്നു. അത് തെറിപ്പിക്കാൻ കാരണം ഒരു ബ്രാഹ്മണ ശാപം ഏറ്റു തുടങ്ങി എന്നുള്ളതാണ്. ഏതാണ് ബ്രാഹ്മണ ശാപം? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ നെരിപ്പോടോടുകൂടി എരിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, വല്ലാതെ വിഷമിക്കുന്ന സംഭവമാണ്. 15 വയസ്സുള്ള അനഘ എന്ന് പറയുന്ന സുന്ദരിയായ നർത്തകിയായ പെൺകുട്ടിയെ കുറേ കാബാലികർ ബലാത്സംഗം ചെയ്തത്. ലതാ നായർ എന്ന് പറഞ്ഞാൽ ഭൂലോക പിമ്പാണ് ഈ കുട്ടിയെ എല്ലാവർക്കും കാഴ്ചവെച്ചത്. ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് നടിയാക്കാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് സിനിമ കാണിക്കാനെന്ന പേരിലും അതേപോലെ ഉത്സവത്തിന് കൊണ്ടുപോകാമെന്നുള്ള പേരിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാറ്. എന്നിട്ട് പല ആളുകൾ കാഴ്ച, അതിൽ പ്രമുഖരായ ആളുകളാണ് എന്ന് പറയുന്നത് MA ബേബിയും അതേപോലെ കോടിയേരി ബാലകൃഷ്ണനും അവരുടെ മക്കളും അതേപോലെ ജോയ് അലിക്കാസും അതേപോലെ ഗോപിനാഥും സജി നന്ദിയാട്ടും സിനിമാ നിർമ്മാതാവ് അടക്കമുള്ള ആളുകളാണെന്ന് ഒരു ലെറ്റർ തന്നെ ജസ്റ്റിസ് ബസന്തിന് അന്ന് കേസ് നോക്കിയിരുന്ന ജസ്റ്റിസ് ബസന്തിന് വന്നിരുന്നു. ആ ബസന്തിന് വന്ന കത്താണ് നമ്മുടെ ശ്രീലേഖ IPSന് കൈമാറിയത്. അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയെ ഗവൺമെൻറ് നിശ്ചയിച്ചത് മധ്യമേഖല DIG ആയിരുന്ന ശ്രീലേഖ IPS. ശ്രീലേഖ IPS എന്ത് ചെയ്തു? അത് വെച്ച് കളിച്ചു എന്നുള്ളതാണ് സത്യം. കൃത്യമായി അപ്പോൾ തന്നെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇവരെ എല്ലാം അകത്താക്കാമായിരുന്നു. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പെൺകുട്ടിയും അതേപോലെ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയും അതേപോലെ 5 അംഗ കുടുംബവും കൊല്ലപ്പെട്ട ദിവസം
ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തിരുന്നു. അതിനെന്താണ് തെളിവ് എന്ന് നിങ്ങൾ ചോദിക്കും. അതിൻ്റെ തെളിവാണ് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്പേം ആൻഡ് സ്പെർമറ്റോസോവ കിട്ടി. സ്പേം ആൻഡ് സ്പെർമറ്റോസോവ കിട്ടണമെങ്കിൽ അതായത് കൊലപാതകത്തിൻ്റെ തൊട്ട് മുമ്പാണ് ഈ കൊലപാതക സമയത്താണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും ശ്രമം. അതായത് വീട്ടിലേക്ക് ഒരു ഗുണ്ടാസംഘത്തെ തന്നെ ഗോപിനാഥ് അയച്ചു എന്നുള്ളതാണ്. അതായത് ഇവരുടെ കോടിയേരി ബാലകൃഷ്ണൻ മകൻ്റെയും അതേപോലെ MA ബേബിയുടെ അതേപോലെ മറ്റുള്ളവരുടെയും സഹായത്തോടെ ഗുണ്ടാസംഘത്തിൽ നമ്മുടെ ശ്രീമതി ടീച്ചറുടെ മകനും ഉണ്ടായിരുന്നു എന്നുള്ള കത്താണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ തിരുവനന്തപുരത്ത് അഫിഡവിറ്റായി CBI കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ കത്തിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ കുട്ടിയെ അന്ന് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ആ ബലാത്സംഗം ചെയ്ത കുട്ടിയെ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിരന്തരമായി ആ കുട്ടിയുടെ കന്യാചർമ്മം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലാണ് അർത്ഥം ആ കുട്ടിയെ നിരന്തരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നിരന്തരമായി ബലാത്സംഗം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് സിനിമാ നടിയാകാമെന്നുള്ള പേരിൽ ലതാ നായർ കൊണ്ടുപോയി പലയിടത്തും കാഴ്ചവെച്ചപ്പോൾ കൃത്യമായിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായതിന് കാരണം ഇതുപോലെ സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞിട്ട് പ്രലോഭനത്തിൽപ്പെടുത്തിയ അവർ കൊണ്ടുപോയി നശിപ്പിച്ചതാണ്. അങ്ങനെ അത് ആരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ സ്പേം ആൻഡ് സ്പെർമറ്റോസോവ അതായത് ശുക്ലസ്രാവവും ആ കുട്ടിയുടെ രഹസ്യഭാഗത്തുണ്ടായിരുന്നു. അത് DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതിയെ പിടികൂടാമായിരുന്നു. ആ ഒരാളെ പിടികൂടി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും പിടികൂടാൻ വലിയ പണിയല്ല. അങ്ങനെ അത് DNA ടെസ്റ്റിന് അയച്ച ശേഷം അത് അട്ടിമറിക്കപ്പെട്ടു. ആര് വഴി? ഗോപിനാഥൻ വഴി. പക്ഷേ അതിലൊരു അതിൻ്റെ അകത്ത് റിക്വസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് DNA ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതാരാണ് ഉത്തരവാദി? നമ്മൾ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥയായ ശ്രീലേഖ IPS ആണ്. ആ ശ്രീലേഖ IPS എന്ത് ചെയ്തു? അത് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന് കൊടുത്തു. അതിനുശേഷം ഉണ്ടായ സംഭവം എന്താ പറയുക? ഞാനാണ് ആ കേസിൽ കോടതിയിൽ വാദിയായി വന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് കത്ത് കിട്ടിയ ശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ ധാരാളം അന്വേഷണ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചതിൽ കൃത്യമായി MA ബേബിയും കോടിയേരി ബാലകൃഷ്ണനും അവരുടെ മക്കളുമെല്ലാം പ്രതികളാണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. എനിക്കെതിരെ അവർ വക്കീൽ നോട്ടീസ് അയച്ചു. 50 ലക്ഷം രൂപയ്ക്കാണ് MA ബേബിയുടെ മകനും എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. കോടിയേരി ബാലകൃഷ്ണനും മകനും അയച്ചത് 50 ലക്ഷത്തിനാണ്. അങ്ങനെ ഞാൻ കോടതിയിൽ കുറ്റപത്രം വന്നത് എന്താ അറിയോ? ലതാ നായർ മാത്രമാണ് പ്രതി. ഞാൻ കോടതിയിൽ കയറി ചോദിച്ചു. കോടതിയിൽ ഞാൻ ഹർജി ഫയൽ ചെയ്തു. ഇത് തുടരന്വേഷണം വേണം. അതിൽ ഞാൻ ചോദിച്ചു, ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈ കുട്ടിയുടെ സ്പേം ആൻഡ് സ്പെർമറ്റോസോവ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് ലതാ നായരാണോ? ലതാ നായരാണെന്ന് CBI പറയുകയാണെങ്കിൽ ഞാനവിടെ എൻ്റെ ഹർജി പിൻവലിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി, ബഹുമാനപ്പെട്ട കോടതി, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെയാണ് അവരെക്കുറിച്ച് അന്വേഷിക്കണം, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം, ബലാത്സംഗത്തിനിരയായ കുട്ടിയുടെ കൃത്യമായുള്ള ഘാതകരെയും ബലാത്സംഗം ചെയ്തവരെയും കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു. ആ ഉത്തരവിൽ നമ്മുടെ SP നന്ദകുമാർ നായർ ചെയ്തെന്താ അറിയോ? പരമതണ്ടിയും പരമചെറ്റയുമായ അയാൾ ചെയ്തതെന്താണെന്ന് അറിയാമോ? സ്വന്തം പിതാവാണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് വെറുതെ കെട്ടുകഥയുണ്ടാക്കി. എന്നിട്ട് എന്നെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം ജയിലിൽ അവരുടെ ലതാ നായരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു എന്നോട്, ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ലതാ നായർ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയെങ്കിൽ ഞാൻ CBI ഉദ്യോഗസ്ഥനായ SP നന്ദകുമാർ നായർ ചോദിക്കട്ടെ എന്ന് കോടതി മുറിയിൽ അവിടെ വെച്ചിട്ട് തന്നെ എൻ്റെ 2 റിപ്പോർട്ടർമാരുടെ മുന്നിൽ വെച്ച് തന്നെ ചോദിച്ചു. ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്താ ചെയ്യണം? വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു. അതൊരു ട്രാപ്പായിരുന്നു. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ നിയമപ്രകാരം എനിക്ക് അവിടെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അവരോട് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ കത്തയക്കാനേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കത്തയക്കാൻ പറഞ്ഞു. അവരോട് ഞാൻ പറഞ്ഞു, സത്യസന്ധമായി ഒരു കാരണവശാലും വേറെ ഒന്നും ആരുടെയും വിദ്വേഷം ഉണ്ടാവുക, ആരെങ്കിലും ഇല്ലാത്ത പേര് പറയരുത്, ശരിയായ പേര് പറയണം, നിങ്ങൾക്കറിയുന്ന ആളുകളെ പേര് കൃത്യമായി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അറിയിക്കുക. എന്നെ വഹീദ അഡ്വക്കേറ്റും വന്നിരുന്നു അവിടെ കോടതി. അവിടെ വഹീദ അഡ്വക്കേറ്റ് എന്തിനാണ് വന്നത്? വഹീദ അഡ്വക്കേറ്റ് വന്നത് ഇവരുടെ കാര്യത്തിന് വേണ്ടിയില്ല. വഹീദ അഡ്വക്കേറ്റാണ് അവിടെ എനിക്ക് കയറാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അപ്പം വഹീദ അഡ്വക്കേറ്റ് വഴിയാണ് ഞാൻ അവിടെ കയറുന്നതും. യാതൊരു നിയമപരമായ ഒന്നും ചെയ്യാതെ തന്നെ എന്നെ കോടതിയിൽ അവിടെ ജയിലിൽ പോകാൻ എനിക്ക് സാധിച്ചു. സൂപ്രണ്ട് ഒരിക്കലും അവിടെ നിൽക്കാൻ പാടില്ല, സൂപ്രണ്ട് അവിടെ കൂടെ നിന്നു. അങ്ങനെ ആ കേസിൽ അവസാനം 10-15 ദിവസം കഴിയുമ്പോൾ റിപ്പോർട്ട് നമ്മുടെ നന്ദകുമാർ നായർ പ്രസിദ്ധീകരിച്ചത് എന്താ അറിയോ? ഞാൻ ജയിലിൽ ചെന്ന് ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, 1 കോടി രൂപ വരെ ഞാൻ വാഗ്ദാനം ചെയ്തു എന്നൊരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി ഇതാക്കിയെങ്കിലും അവിടെ കോടിയേരി ബാലകൃഷ്ണൻ MA ബേബിയും ഇവരെല്ലാവരും ഒരു ഹർജി ഫയൽ ചെയ്തു. ശ്രീമതി ടീച്ചറെല്ലാം എനിക്കെതിരെ എന്നെയും കൂടി പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി ഇത് വലിച്ചെറിഞ്ഞത്. കാരണം എൻ്റെ അടുത്ത് അവിടെ പോയതിൻ്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു. അത് അവർ ചിന്തിച്ചില്ല. അങ്ങനെ എന്തായി? ഈ കേസിൽ കോടതിയിൽ ഞാൻ വാദം തുടങ്ങിയപ്പോൾ ഈ ജസ്റ്റിസ് ബസന്തന് വന്ന കത്ത് DIG ശ്രീലേഖയ്ക്ക് കൈമാറണം, അതിൻ്റെ കോപ്പി ഇവിടെ ഇതുവരെ വന്നിട്ടില്ല എന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് പറഞ്ഞപ്പോൾ ശ്രീലേഖ IPS കൊടുത്ത മറുപടി എന്താ അറിയോ? ഈ കേസിലല്ല, കിളിയൂർ കേസിലാണത് കൊടുത്തിരിക്കുന്നത്. കിളിയൂർ കേസ് ആയിക്കോട്ടെ, കിളിയൂർ കേസുമായി ബന്ധപ്പെട്ട സമയത്താണ് ഈ കവിയൂർ കേസിലെ നിർണായക വിവരങ്ങൾ അടങ്ങിയ കത്ത് വന്നത്. ആ കത്ത് കവിയൂർ കേസിൻ്റെ അന്വേഷണം തന്നെ കൊടുക്കണ്ടേ? കൊടുത്തില്ല അവർ.
പകരം പൂഴ്ത്തിവെച്ചു. അവസാനം കൃത്യമായി നാം മൊഴി കൊടുക്കണ്ടേ. ഇതിൽ കോടിയേരി ബാലകൃഷ്ണൻ MA ബേബിയുടെയും ഇവരുടെയൊക്കെ പേരുണ്ട്, അന്വേഷിക്കണം എന്ന് പറയുന്ന മൊഴി കൊടുത്തില്ല അവർ. കോടിയേരി ബാലകൃഷ്ണനെ MA ബേബിയും രക്ഷിക്കാൻ വേണ്ടി, അവരുടെ മക്കളെയും രക്ഷിക്കാൻ വേണ്ടി, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ വേണ്ടി, ജോയ് ആലിക്കാസിനെയും അതേപോലെ സജി നന്ദയാട്ടനെ രക്ഷിക്കാൻ വേണ്ടി അവർ കള്ളമൊഴി കൊടുത്തു. അതായത് ഒരു കടും കൃത്യം, ഒരു ബലാത്സംഗത്തിന് ഇരയായൊരു പെൺകുട്ടി, നമ്പൂതിരി പെൺകുട്ടി, അതോടൊപ്പം തന്നെ അവരുടെ പിതാവ് നാരായണ നമ്പൂതിരി, ശോഭ, 2 ചെറിയ കുട്ടികൾ, 2 കുട്ടികളെ കഴുത്തും ചിരിച്ചിട്ടാണ് കൊന്നത്. എന്നിട്ടാണ് ആത്മഹത്യാക്കുറിപ്പൊക്കെ എഴുതിയേപ്പിച്ചത്. ആ കുട്ടികൾ കൊന്നതിന് ശേഷം ആത്മഹത്യയാക്കി ചിത്രീകരിച്ചപ്പോൾ അതിനൊക്കെ കൂട്ടുനിന്ന ആളാണ് ആര്? നമ്മുടെ ശ്രീലേഖ IPS. അവരെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥ. അല്ല, ഏറ്റവും രസകരമായ കാര്യം, ഞാൻ ആ പോസ്റ്റ്മോർട്ടം പോണേൻ്റെ എല്ലാ രേഖകളും കൈപ്പറ്റിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഈ പറയുന്ന നാരായണ നമ്പൂരി വിഷം കഴിച്ചിട്ടുണ്ട്, അതുപോലെ മദ്യവും കഴിച്ചിട്ടുണ്ട്. ഒരിക്കലും മദ്യം കഴിക്കാത്ത ആളാണ്. അപ്പോൾ ആരോ കഴിപ്പിച്ചു അവരെ മദ്യവും വിഷവും. പിന്നെ അവർക്ക് എങ്ങനെയാണ് കെട്ടി തൂങ്ങി മരിക്കാൻ പറ്റുക? കൈ പൊങ്ങോ? എന്നിട്ടും ഫാനിൽ കെട്ടി തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പറയുന്നത്. അങ്ങനെയായിരുന്നു കാണപ്പെട്ടത്. അതിൻ്റെ അർത്ഥം എന്താ? കെട്ടി തൂക്കിയിട്ടു, എന്നിട്ട് ബാക്കി എല്ലാവരും കൊന്നു, അതിന് കെട്ടിത്തൂക്കിയിട്ട് വിഷം കൊടുത്ത് കൊള്ളുന്നു, അതിനുശേഷം കെട്ടി തൂങ്ങി മരിച്ചു എന്നുള്ള കഥയുണ്ടാക്കി അത് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ് ഈ പോലീസുകാർ. അതിൻ്റെ ഹെഡാണ്, അന്നത്തെ അന്വേഷണ ചുമതലയുള്ള ആളാണ് ആര്? ഈ പറയുന്ന ശ്രീലേഖ IPS. അങ്ങനെ ഈ വിധത്തിൽ ഒരു നമ്പൂതിരി കുടുംബത്തിൻ്റെ ശാപമേറ്റ നാരായണ നമ്പൂതിരിയുടെയും അനഘ എന്ന് പറയുന്ന പാവപ്പെട്ട പെൺകുട്ടി, ജീവിക്കാൻ കൊതിയോടുകൂടി വന്നിരുന്ന ആ പെൺകുട്ടിയെ കശ്മലന്മാർ കശക്കി എറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുള്ള ശാപം എത്രയുണ്ടാകും? ആ ശാപം ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുക? ഈ കേസ് അട്ടിമറിച്ച, കൊന്നവരെ സംരക്ഷിച്ച ശ്രീലേഖ IPS ആണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ബ്രാഹ്മണ ശാപം കൊണ്ടേ കുലം മുടിഞ്ഞു പോകും. ബ്രാഹ്മണ ശാപം വന്നാൽ കുലം മുടിഞ്ഞു പോകും. അതാണ് കോടിയേരി ബാലകൃഷ്ണനുണ്ടായ അനുഭവം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള രൂപത്തിൽ ആ കുട്ടിയെ പ്രാപിക്കുകയും പിന്നീട് ആ കുട്ടിയെ മനസ്സിലാക്കുകയാണ് ഇത് രാഷ്ട്രീയ നേതാവാണ്, CPM സംസ്ഥാന സെക്രട്ടറിയാണെന്നൊക്കെ പിന്നീട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ലതാ നായരുമായി ഫൈറ്റ് ചെയ്യാണ്. ആ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രാഹ്മണ ശാപം എന്നുള്ളത് ഞാനൊക്കെ അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്ന കാര്യമല്ല. പക്ഷെ ഉണ്ടെന്ന് തെളിയിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബം തകർന്നു പോയത് വഴിയാണ്. എല്ലാം തകർന്നു. അവസാനം ആരും ഇല്ലാത്ത രൂപത്തിൽ പിണറായി പോലും തൻ്റെ അവസാനം തട്ടിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബോഡി പോലും തിരുവനന്തപുരം AKG സെൻറ്ററിൽ കാണിച്ചില്ല. അത്രയും ഭീകരമായ രൂപത്തിൽ ആണ് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത്. അപ്പം ഇവിടെ അതേപോലെ തന്നെ ശ്രീലേഖ IPSന് അടികിട്ടി, ബ്രാഹ്മണ ശാപം ഏറ്റു തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് മേയർ സ്ഥാനം തെറിച്ചത് എന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ തോന്നുന്നു. അതാണ് സത്യം. ഒരു പാവപ്പെട്ട 15 വയസ്സുള്ള നമ്പൂതിരി പെൺകുട്ടിയെ, സുന്ദരി നർത്തകിയുമായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കശ്മലന്മാരെക്കെതിരെ ശക്തമായ തെളിവുണ്ടായിട്ടും അത് അട്ടിമറിച്ചു. 2 അതേപോലെ പ്രതികളെ എല്ലാം രക്ഷപ്പെടുത്താൻ ആത്മഹത്യയാക്കി മാറ്റി. 3ാമത് കൃത്യമായിട്ട് അവർക്കെതിരെ കത്തുണ്ടായിട്ടും തെളിവുണ്ടായിട്ടും അത് CBIക്ക് കൈമാറാതെ ഒളിപ്പിച്ചു വെച്ചു. CBI കൈമാറിയിട്ടും കൃത്യമായി മൊഴി കൊടുത്തില്ല. ഇതാണ് അവരുടെ പേരിലുള്ള കുറ്റം. തീർച്ചയായും ഇതിന് ഞാൻ വെല്ലുവിളിക്കാണ്, സംവാദത്തിന് വിളിക്കുകയാണ്. ആരെ? ശ്രീലേഖ IPSന് ധൈര്യമുണ്ടെങ്കിൽ വരൂ, ഞാൻ തെളിവുമായിട്ട് വരാം. ഞാനാണ് ആ കേസിൽ വാദിച്ചത് ആ കുടുംബത്തിന് വേണ്ടിയിട്ട്. ആരുമില്ലാത്ത സമയത്ത് ഞാനാണ് ആ കുട്ടിയെ മരിച്ചുപോയ, മണ്ണിനടിയിൽ പോയ, ആരുമില്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി ആരും ഫൈറ്റ് ചെയ്യാൻ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് തിരുവനന്തപുരം CBI കോടതിയിൽ 5 തവണ തുടരന്വേഷണത്തിന് പ്രഖ്യാപിക്കത്തക്കതിൽ ഫൈറ്റ് ചെയ്തത്. അത് എന്നെ ഏറ്റവും അതിനെ പ്രോത്സാഹിപ്പിച്ചുള്ള ആരാന്നറിയാം? കോടതിയിൽ വെച്ച് പ്രമുഖനായ പ്രശസ്തൻ രാമൻപിള്ളയാണ്. എൻ്റെ വാദം കേട്ട് അദ്ദേഹം സ്തംഭിച്ചു പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ ആ കോടതിയുള്ള എല്ലാ അഭിഭാഷകരും മാത്രമല്ല, ജഡ്ജ് പോലും എന്നോട് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് അട്ടിമറിക്കാൻ നിന്ന ശ്രീലേഖയെ മേയർ സ്ഥാനത്ത് കൊണ്ടുവന്നാൽ അവരെന്തെല്ലാം അട്ടിമറിക്കും. അപ്പോൾ അവർക്ക് കൊടുത്ത പണി നാരായണ നമ്പൂതിരിയുടെയും അതേപോലെ അനഘയുടെയും ആത്മാവിൻ്റെ വേട്ടയാടലാണ് എന്ന് ഞാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല. ബ്രാഹ്മണ ശാപം കുലം മുടിക്കും ശ്രീലേഖ, ശ്രദ്ധിച്ചോളൂ. ഇനിയെങ്കിലും വല്ല 1000 പുണ്യനദികളിൽ പോയി മുങ്ങിക്കുളിച്ചാലും അത് പാപം തീരില്ല. കാരണം കൊലയാളികളെയാണ് രക്ഷിച്ചത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പിച്ചു ചീന്തിയവരെയാണ് രക്ഷിച്ചത്. ആ കുട്ടിയുടെ ശാപം, ആ കുട്ടിയുടെ വേദന, ആ കുട്ടിയുടെ കരച്ചിൽ, ആ കുട്ടിയുടെ തീറാ ദുഃഖം, ഒരു ജീവിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഗതികേട്, അവരുടെ ആത്മാവ് ഇപ്പോഴും ശ്രീലേഖ IPSന് ചുറ്റും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക.